ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടി ഡിസൈൻസാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ മഴത്തുള്ളിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് അതിനോട് ചേർന്നിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കുക. അതിന് ശേഷം താഴോട്ടായിട്ട് ഒരു കുഞ്ഞു തണ്ട് കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും ഓരോ ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഫ്ലവറിനോട് ഇത്തിരി ഗ്യാപ്പിട്ട് ഒരു സ്ക്വയർ വരച്ചെടുക്കുക. ഈ സ്ക്വയറിനുള്ളിൽ ഫ്ലവർ വരുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ. എന്നിട്ട് ഈ ഒരു സ്ക്വയറിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു സ്ക്വയറിൻ്റെ ബാക്കി വരുന്ന സൈഡിലും ഇതുപോലെ ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ സൈഡും കംപ്ലീറ്റ് ആയ ശേഷം ഈ ജോയിൻറ്റ്സ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്വയറിൻ്റെ 4 സൈഡിലെ ജോയിൻറ്റ്സിലും ഇതുപോലെ 3 ലീവ്സ് വീതം വരച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത സ്ക്വയറിന് മുകളിലെ ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് 4 സൈഡിലും ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഡോട്ട്സ് മുഴുവൻ വരച്ചെടുത്ത ശേഷം ഈ ഒരു സ്ക്വയറിനുള്ളിലെ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും ലീവ്സും ഒക്കെ കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഫ്ലവർ മുഴുവൻ കട്ടി കൂട്ടി വരച്ച ശേഷം ഈ ഒരു സ്ക്വയറിനുള്ളിൽ ഫ്ലവറിന് മുകളിലായിട്ട് വരുന്ന ഗ്യാപ്പ് മുഴുവൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്ലവറിന് മാത്രം നിർത്തി ബാക്കി ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ വരുന്ന പെറ്റൽസിന് മുകളിലായിട്ട് ഒരു ഡോട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു സ്പൈറൽ വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിന് മുകളിലായിട്ട് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ സ്പൈറലിന് മുകളിൽ ചുറ്റിലും ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ 2 സൈഡിലും ഓരോ സ്പൈറൽ വീതം മുകളിലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിൻ്റെ മുകളിൽ ഇതുപോലെ 3 പെറ്റൽസ് വീതം ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിലെ സ്പൈറൽസും പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി വരുന്ന 2 സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് സ്പൈറൽ വരച്ചെടുത്ത ശേഷം പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഹംസ് വെച്ച് വരച്ചെടുത്ത ഫ്ലവറിന് മുകളിലായിട്ട് ഇപ്പോൾ 4 കുഞ്ഞു ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഫ്ലവേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ 2 ഫ്ലവറിൻ്റെ ഗ്യാപ്പിൽ വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കർവ് വരുന്ന ഒരു ലൈന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങി ഈ ലൈനിൻ്റെ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ 2 അറ്റത്തേക്കും ഈ ഒരു ഷേപ്പിൽ ഓരോ ലീവ്സ് വരുന്ന പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ഈ സ്പൈറലിന് മുകളിലായിട്ട് 3 പെറ്റൽസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത പെറ്റൽസിന് മുകളിൽ ഇത്തിരി കൂടെ വലുപ്പത്തിൽ അടുത്തൊരു ലെയർ പെറ്റൽസ് കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവറിന് താഴെയായിട്ട് ഇതുപോലൊരു കുഞ്ഞു തണ്ട് കൂടെ വരച്ചെടുക്കുക.
ഇനി തണ്ടിനോട് ചേർന്ന് ഒരു ലീഫ് വരച്ചെടുക്കുക. അതിന് ശേഷം ഈ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ ഔട്ട്ലൈന് മൊത്തമായിട്ടൊന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഔട്ട്ലൈനും കട്ടി കൂട്ടി വരച്ചെടുത്ത ശേഷം ഈ ഒരു തണ്ട് വരച്ചെടുത്തതിൻ്റെ അടുത്ത സൈഡിലും ഒരു ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ലീഫ് കൂടെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിനുള്ളിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മുകളിൽ വരച്ചെടുത്ത 3 പെറ്റൽസിനുള്ളിലും അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള 2 പെറ്റൽസിലും ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.